ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് കേരള സെറ്റ് എക്സാം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഇതൊന്ന് കണ്ടിട്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. മാച്ച് ദ ഫോളോവിങ്ങിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എഡ്വേർഡ് ഡബ്ല്യു.സെഡ് ഓറിയൻ്റലിസം, മാക്സ് വെബർ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, ഗരേറ്റ് ഹാർഡിൻ ട്രാജഡി ഓഫ് ദി കോമൺസ്, എ.എഫ്. ബെൻലി ഗ്രൂപ്പ് തിയറി, റോബർട്ട് ഡാൾ പോളിയാർക്കി, വിൽഫ്രെഡോ പരേറ്റോ എലൈറ്റ് തിയറി, സി റൈറ്റ് മിൽസ് പവർ എലൈറ്റ്. ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. എഡ്വേർഡ് ഡബ്ല്യു.സെഡ് ഓറിയൻ്റലിസം, മാക്സ് വെബർ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, ഗരേറ്റ് ഹാർഡിൻ ട്രാജഡി ഓഫ് ദി കോമൺസ്, എ.എഫ്. ബെൻലി ഗ്രൂപ്പ് തിയറി, റോബർട്ട് ഡാൾ പോളിയാർക്കി, വിൽഫ്രെഡോ പരേറ്റോ എലൈറ്റ് തിയറി, സി റൈറ്റ് മിൽസ് പവർ എലൈറ്റ്. തോമസ് ഹോബ്സ് ലെവിയാഥാൻ 1651, ഹന്ന അറേൻഡ് ദ ഹ്യൂമൻ കണ്ടീഷൻസ്, മൈക്കൽ ഓട്ട്ഷോട്ട് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ്സ് മോഡ് 1933, പ്ലേറ്റോ ദ റിപ്പബ്ലിക് BCE 375 BCE ബിഫോർ കോമൺ ഇറ. തോമസ് ഹോബ്സ് ലെവിയാഥാൻ 1651, ഹന്ന അരേൻഡ് ദ ഹ്യൂമൻ കണ്ടീഷൻസ്, മൈക്കൽ ഓട്ട്ഷോട്ട് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ്സ് മോഡ്സ് 1933, പ്ലേറ്റോ ദ റിപ്പബ്ലിക് BCE 375 BCE ബിഫോർ കോമൺ ഇറ. The idea of democratic centralism was developed by V.I. Lenin. In which year the Pune Pact was signed? 1932. Who developed the idea of economic state apparatus? Nikos Poulantzas. The idea of democratic centralism was developed by V.I. Lenin. In which year the Pune Pact was signed? 1932. Who developed the idea of economic state apparatus? Nikos Poulantzas. Which among the following are included in the classification of foreign policy by Kaudilya? ശാന്തി, വിഗ്രഹ, മിത്ര, ആസന. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 and 4. ശാന്തി, വിഗ്രഹ, ആസന. The study of politics is the study of influence and the influential. Who made this observation? Harold Laswell. The study of politics is the study of influence and the influential. Who made this observation? Harold Laswell, who remarked that if humanity is to progress, Gandhi is incapable. He lived, thought and acted inspired by the vision of humanity evolving towards a world of peace and harmony. Martin Luther King Jr. Which among the following form a part of Ram Manohar Lohya's 4 pillars of state? Village, block, district, province. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 and 4. വില്ലേജ്, ഡിസ്ട്രിക്റ്റ്, പ്രോവിൻസ്. ബ്ലോക്ക് ഇതിൽ ഉൾപ്പെടുത്തില്ല. റാം മനോഹർ ലോഹ്യാസ് 4 pillars of states. സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സെൻറ്റർ ഓർ യൂണിയൻ, സെക്കൻഡ് പ്രോവിൻസ്, തേർഡ് ഡിസ്ട്രിക്റ്റ്, ഫോർത്ത് വില്ലേജ്. എൽ.എം. സിംഗ്വി കമ്മിറ്റി 1986 was associated with പഞ്ചായത്തി രാജ്. മാച്ച് ദി ഫോളോവിങ്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, യൂണിഫോം സിവിൽ കോഡ്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, റൈറ്റ് ടു വർക്ക്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40. യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആർട്ടിക്കിൾ 50. റൈറ്റ് ടു വർക്ക് ആർട്ടിക്കിൾ 41. A4, B1, C2, D3. Which was the first country to offer voting rights to all women? New Zealand. Who is the founder of Amnesty International? Peter Benenson. Who is the founder of Amnesty International? Peter Benenson. In which year the United Nations Organization passed the Uniting for Peace Resolution? 1950.
The sole end for which mankind are warranted individually or collectively in interfering with the liberty of action of any of their number is self-protection. Who made this statement? J.S. Mill. The sole end for which mankind are warranted individually or collectively in which interfering with the liberty of action of any of their number is self-protection. Who made this statement? J.S. Mill. In which year the Fissile Material Cut-off Treaty (FMCT) was signed? 1993. Who among the following thinker argued for the merger of base and superstructure? നിക്കോസ് പോളാൻസസ്. ഞാൻ ആൻസർ മാത്രമാണ് ഇതിൽ എടുത്തെഴുതിയിരിക്കുന്നത്. ഫെലിസിഫിക് കാൽക്കുലസ്, ജെർമി ബെന്താം, കോമൺവെൽത്ത്, ജോൺ ലോക്ക്, ന്യൂ ഡെമോക്രസി, മാവോ സെ തൂങ്, ജനറൽ വിൽ, ജെ റൂസോ. A2, B1, C4, D3 അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഫെലിസിഫിക് കാൽക്കുലസ്, ജെർമി ബെന്താം, കോമൺവെൽത്ത്, ജോൺ ലോക്ക്, ന്യൂ ഡെമോക്രസി, മാവോ സെ തൂങ്, ജനറൽ വിൽ, ജെ റൂസോ. ദശോളി ഗ്രാം സ്വരാജ് DGSS is associated with Chipko movement. ദശോളി ഗ്രാം സ്വരാജ് സംഘ് associated with Chipko movement. In which year the Arab Spring started? 2011. In which year the Bandung Conference was organized? 1955. What was the subject matter of Article 40 of the French Constitution? Political parties. Arrange the following events in chronological order. First, Minnobre Conference, Belvandrai Mehta Committee, Appleby Report, Lee Commission. Lee Commission 1924, Appleby Report 1953, Belvandrai Mehta Committee 1957, First Minnobre Conference 1968. Lee Commission, Appleby Report, Belvandrai Mehta Committee, First Minnobre കോൺഫറൻസ്. ഇതിൻ്റെ ഇയർ ഉൾപ്പെടെ പഠിച്ചു വയ്ക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. ഹൂ എമംഗ് ദി ഫോളോവിങ് വെയർ ദി പർപ്പസ് ഓഫ് കൾച്ചറൽ റവല്യൂഷൻ? ഡെമോക്രാറ്റിക് ഇൻവോൾവ്മെൻറ്റ്, സോഷ്യലിസ്റ്റ് ട്രാൻസ്ഫർമേഷൻ, സപ്രഷൻ ഓഫ് റിയാക്ഷണറീസ്, കണ്ടിന്യൂയിങ് റവല്യൂഷൻ. ആൻസർ 1, 2, 3, 4. Identify the wrong statement with regard to Chinese constitution. Answer option B ആണ്. The constitution guarantees right to form political parties. അത് ഇതിലെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ബാക്കി മൂന്നും പഠിച്ചു വെച്ചിരിക്കണം. അത് ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷനുമായി റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. In which year the Kyoto Protocol was signed? 11th December 1997. In Canada, residual powers belongs to federal government. The term 14 points of peace is associated with Woodrow Wilson. In which year Kyoto Protocol was signed? 11th December 1997. In Canada, residual powers belongs to federal government. The term 14 points of peace is associated with Woodrow Wilson. Which of the following government is described as the instigator of multiculturalism as an ideology? Answer option D ആണ്. Canada. Match the following: headquarters of WTO, headquarters of IAEA, headquarters of IBRD, headquarters of FAO. അതിൻ്റെ ഫുൾ ഫോം ഉൾപ്പെടെ നോക്കാം. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതിൻ്റെ ഹെഡ്ക്വാർട്ടർ ജനീവ. FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, ഹെഡ്ക്വാർട്ടർ റോം. IAEA ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, ഹെഡ്ക്വാർട്ടർ വിയന്ന. IBRD ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഹെഡ്ക്വാർട്ടർ വാഷിങ്ടൺ. വിച്ച് എമംഗ് ദി ഫോളോവിങ് ആർ ഇമ്മ്യൂണിറ്റീസ് ഓഫേർഡ് ടു ഡിപ്ലോമാറ്റ്? എൻ്റെ ആൻസർ വരുന്നത് 1, 3 ആൻഡ് 4. ഓപ്ഷൻ ഡി ആണ്. ഇൻവയലബിലിറ്റി ഓഫ് കറസ്പോണ്ടൻസും, ഇൻവയലബിൾ റൈറ്റ് ടു പാസേജ്, ഇൻവയലബിലിറ്റി ഓഫ് ഡൊമസ്റ്റിക് ആക്സസ്. ഐഡൻറ്റിഫൈ ദ ഓഥർ ഓഫ് ദി ബുക്ക് പ്രിസ്മാറ്റിക് സൊസൈറ്റി,
revisited F.W. Ricks, in which the cases the court observed that the principles of natural justice are implemented in Article 21 of the Indian Constitution. Maneka Gandhi versus Union of India. If our civilization fails, it will be mainly because of breakdown of administration. Who made this statement? W.B. Donham. Which among the following is not a factor affecting span of control? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി അബോവ്. The post-curb view of public administration was proposed by Luther Gulick. പോസ്റ്റ്-കർബിൻ്റെ ഫുൾ ഫോം നോക്കാം. പി പ്ലാനിംഗ്, ഒ ഓർഗനൈസിംഗ്, സി എസ് സ്റ്റാഫിംഗ്, ഡി ഡയറക്റ്റിംഗ്, സി ഒ കോഓർഡിനേറ്റിംഗ്, ആർ റിപ്പോർട്ടിംഗ്, ബി ബഡ്ജറ്റിംഗ്. പോസ്റ്റ്-കർബ് വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ലൂതർ ഗുള്ളിക്. Which among the following is a judicial writ? Mandamus, prohibition, quo warranto, none of the above. Answer option B ആണ്, prohibition. From which constitution the fundamental duties of the Indian constitution was borrowed? Japan. Match list first with list second. M.B. Follett, F.W. Taylor, Dwight Waldo, Henry Fayol. M.B. Follett, The New State. F.W. Taylor, Scientific Management. Dwight Waldo, The Administrative State. Henry Fayol, General and Industrial Management. How many members are there in the Constitutional Council of France? 9. Radical humanism of M. Monroe gives predominance to human freedom and progress. According to Machiavelli, what is the guiding principle of a wise price? Dictates of necessity. What is meant by psephology? Study of election. The idea of credo of relevance is related to post-behavioralism. What is the normal time limit for furnishing information under the Right to Information Act 2005? 30 days. In which year the National E-Governance Plan started? 2006. The term Inauguration Day in USA is associated with the beginning of the president term. When did the Constituent Assembly of India met for the first time? 9th December 1946. Who was the first recognized leader of opposition in the Indian Lok Sabha? Ram Subhag Singh. Which article speak about the adversary jurisdiction of the Supreme Court of India? Article 143. England has no constitution. Who made this statement? De Tocqueville. Match the following: John Dewey, Max Horkheimer, Rudolph Carnap, Mary Astell. John Dewey, A4. Pragmatism, B1. Max Horkheimer, Frankfurt School. Rudolph Carnap, Vienna Circle. Mary Astell, Feminism. Identify the person who is associated with the theory of identity formation in political socialization. Answer Erik Erikson. Answer option A ആണ് വരുന്നത്, എറിക് എറിക്സൺ. മാച്ച് ദി ഫോളോവിങ്: സെനോ, സ്റ്റോയിസിസം, ആൻറ്റിസ്തനസ്, സിനിസിസം, അരിസ്റ്റോട്ടിൽ, ലൈസിയം, ആൻറ്റിഫൺ, സോഫിസ്റ്റ്. A2, B4, C1, D3. According to Plato, what is the optimum population in the ideal state? 5040. In which year National E-Governance Plan started? 2006. Which among the following are the basic structure of the Indian Constitution? Secularism, fundamental rights, federal structure, parliamentary supremacy, all of the above. Answer option D ആണ് വരുന്നത്, 1, 2 and 3. Secularism, fundamental rights, federal structure. Psephology, study of election. Stasiology, study of political parties. Stasiology, study of political parties. Psephology, study of election. Group theory, A.F. Bentley,
പോളിയാർക്കി, റോബർട്ട് ഡാൾ, എലൈറ്റ് തിയറി, ജി മോസ്ക, പവർ എലൈറ്റ്, സി റൈറ്റ് മിൽസ്. A3, B1, C2, D4. ഗ്രൂപ്പ് തിയറി, AF ബെൻലി, പോളിയാർക്കി, റോബർട്ട് ഡാൾ, എലൈറ്റ് തിയറി, ജി മോസ്ക, പവർ എലൈറ്റ്, സി റൈറ്റ് മിൽസ്. The article of the Constitution of India which give exclusive power to രാജ്യസഭ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 249 ആൻഡ് 312. ബ്രിട്ടീഷ് ആക്ട് വിച്ച് ഈസ് നോൺ ആസ് ദ ആക്ട് ഫോർ ദി ഗുഡ് ഗവേണൻസ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ആൻസർ ഓപ്ഷൻ എ. Introduction to the Study of Public Administration, LD White. Principles of Public Administration, W.F. Willoughby. An Introduction to Public Administration, E.N. Gladden. A Philosophy of Administration, E. Demock. A3, B4, C1, D2. The judgment in the S.R. Bommai versus Union of India case pertained broadly to which article of the Constitution of India? Article 356. Answer option D. Credo of relevance, reinventing government, prismatic society, network society. Credo of relevance, David Easton, reinventing government, Ted Gabler, prismatic society, F.W. Rixum, network society, Manuel Castells. The article of the Covenant of the League of Nations which contains the provisions relating to collective security. Answer option B ആണ് വരുന്നത്. ആർട്ടിക്കിൾ 16. The article of the Covenant of the League of Nations which contains the provisions relating to collective security. Article 16. Identify the subject listed in the concurrent list of the Indian Constitution. അഞ്ചാമത്തെ പോലീസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, മാരേജ് ആൻഡ് ഡിവോഴ്സ്, ഇലക്ട്രിസിറ്റി. American Constitution. American Constitution was formed in 1787 and came into force in 1789. Philadelphia Convention. Classical example of a written constitution. Oldest among the written constitution of the world. Features of American Constitution: rigid constitution, supremacy of the Constitution, federal legislature, presidential system, judicial review, separation of powers, Bill of Rights, checks and balance, bicameralism. These are the features of American Constitution. USA is the first and oldest federal in the modern world. USA president has two types of veto: pocket veto and qualified veto. He can also sign it, return it or do nothing. ബൈക്യാമറലിസമാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത്. അതിൽ സെനറ്റ് ആൻഡ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് 2 ഹൗസസ് ആണ് ഉള്ളത്. സെനറ്റ് അപ്പർ ഹൗസ് 100 മെമ്പേഴ്സ് ഉണ്ട്. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ലോവർ ഹൗസ്. ഇതിൽ 435 മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ലോക്സഭ, രാജ്യസഭ പോലെ അവിടെ സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവുമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇത് എല്ലാം പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് വേണ്ടി പോകാവൂ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും, ടൈം നഷ്ടമാകില്ല. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.